അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഷംന തൻ്റെ വീട്ടിൽ നിന്ന് അവസാനമായിട്ട് ഭർത്താവിനൊന്ന് വിളിക്കാൻ തീരുമാനിച്ചു ആസിഫിനെ. അവൾ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞൊരു വാക്ക് ഇതാണ്: ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ഉപ്പ എനിക്കൊരു ഭർത്താവിനെ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ളൊരു ജീവിതം ഇനി ഒരിക്കലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇതെൻ്റെ അവസാനത്തെ ഒരു വാക്കാണ്. ഇത് പറഞ്ഞിട്ടാണ് ഷംന ഫോൺ വെച്ചത്. ആസിഫ് ഒരു കാര്യം കൂടി പറയാൻ ശ്രമിച്ചു: നീ എന്തൊക്കെയായി പറയുന്നത്? നമ്മൾ തമ്മിൽ ഇപ്പോഴും ഭാര്യയും ഭർത്താവും തന്നെയല്ലേ? ഞാൻ ഭർത്താവായിരിക്കെ നിനക്കെങ്ങനെ വേറെ വിവാഹം നോക്കാൻ എൻ്റെ വാപ്പാക്ക് പറ്റുക? നിങ്ങളൊക്കെ ഏത് ഇസ്ലാമാണ് പഠിച്ചിട്ടുള്ളത്? പക്ഷെ അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ മുൻപ് തന്നെ ഷംന ഫോൺ വെച്ചിരുന്നു. ആസിഫിൻ്റെ ജീവിതവും ഷംനയുടെ ജീവിതമൊക്കെ ഒരുപാട് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഷംന പിണങ്ങിപ്പോയത്. പിണങ്ങിപ്പോവാൻ കാരണമുണ്ട്. ഇയാളുടെ മദ്യപാനവും മർദ്ദനവും പിന്നെ തെറി പറയലും, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഷംനക്ക് പറയാറുണ്ട്. ഷംന എന്തായാലും ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഷംനയുടെ വീട്ടിലുള്ള നാത്തൂമാരും മാമിമാരൊക്കെ ഒരു കാര്യം തീരുമാനിച്ചു: പൊന്നുമോളെ, ഇപ്പോഴാണ് നീ ഒരു പെണ്ണായത്. ഇങ്ങനെ തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം വേണം. ജീവനൊടുക്കി കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു പെണ്ണായിട്ട് മാറരുത്. നമുക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ വിട്ടൊഴിഞ്ഞ് പോകാനുള്ള ധൈര്യമാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഷംനക്ക് വല്ലാത്തൊരാശ്വാസമായി. പടച്ചോനെ, എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. എന്നാ വീട്ടിലൊരു തീരുമാനം നടക്കാൻ പോവുകയാണ്. ആസിഫിൻ്റെ വീട്ടുകാർ വരുന്നുണ്ട്, അതോടൊപ്പം ഇവരുടെ കുടുംബക്കാർ വരുന്നുണ്ട്. 2 തവണ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പലയിടങ്ങൾ, ഒന്ന് പള്ളിയിൽ വെച്ചിട്ടും ഒന്ന് ആസിഫിൻ്റെ വീട്ടിലും ഒരു തീരുമാനം നടന്നിരുന്നു. അപ്പോൾ ഇന്ന് അവസാനത്തെ ഒരു സിറ്റിംഗ് ആണ്. ഇതിൽ ഷംനയുടെ തീരുമാനമാണ്. എല്ലാവരും, പള്ളി കമ്മിറ്റിക്കാരും എല്ലാവരും വരും. അപ്പോൾ ഷംനയുടെ തീരുമാനത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ഷംന ആദ്യം തന്നെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞതാണ്: നമ്മൾ തമ്മിൽ ഒരിക്കലും ഒക്കൂല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കുട്ടി, 2.5 വയസ്സുള്ള കുട്ടിയുണ്ട്, 2.5-3.5 വയസ്സായ കുട്ടിയാണ്. കുട്ടി പറഞ്ഞു: ഉമ്മ, ഇക്ക് വേറെ പാന വേണ്ട, നമ്മുടെ പച്ചിനെ മതി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി കുട്ടൻ ചീത്ത അറിഞ്ഞു. ഈ എന്തിനീ വലിയൊരു സംസാരിക്കുന്നതിനിടയിൽ പിള്ളേർ സംസാരിക്കുന്ന അവസാനത്തെ ഒരു സിറ്റിങ്ങും കൂടിയാണ്. അപ്പോൾ ആസിഫിൻ്റെ വീട്ടിൽ നിന്ന് ആസിഫ് വന്നിട്ടുണ്ട്. വൈകുന്നേരമാണ് എല്ലാവരും കൂടി വന്നത്. അങ്ങനെ ചർച്ച, പള്ളി കമ്മിറ്റിക്കാരുണ്ട്, അവിടുത്തെ കാർദോമാരുണ്ട്, നാട്ടുപ്രമാണിമാരുണ്ട്, എല്ലാവരും കൂടി ചർച്ച നടത്തിയപ്പോൾ ഷംനയോട് എല്ലാവരും ചോദിച്ചു: ഷംനയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഷംന പറഞ്ഞു: എനിക്ക് ആ മനുഷ്യൻ്റെ കൂടെ ജീവിക്കേണ്ട. കാരണം അത് കള്ളുകുടിയനാണ്, ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിൽ യോജിക്കാൻ കഴിയാത്തതെന്ന്. ഈ കുടുംബത്തിൽ ആരും കള്ളു കുടിച്ചിട്ടില്ല. അതുകൊണ്ട് കേട്ടപാട് ആസിഫിൻ്റെ ഒരു മാമനുണ്ട്, മൂപ്പരിലേശൊരു ചൂടന. മൂപ്പര് പറഞ്ഞു: ഓൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം ശരിയല്ലാഞ്ഞിട്ടായിരിക്കും. കാരണം നീ സംഭവം ശരിയല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് കള്ളു കുടിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് മൂപ്പരവിടുന്ന് വഴക്ക് തുടങ്ങി. അങ്ങനെ ഷംനയുടെ വീട്ടുകാർ പറഞ്ഞു: അവൾക്ക് കൊടുത്ത പണ്ടത്തിൽ നിന്ന് 10 പവൻ അവൻ നശിപ്പിച്ചു, കൊണ്ടുപോയി വിറ്റ് തുലച്ചു. ഗൾഫുകാരനാണെന്ന് പറഞ്ഞിട്ടാണ് മോളെ കെട്ടിച്ചത്. അവസാനം മോൻ ഗൾഫ് മതിയാക്കിയിട്ട് നാട്ടിൽ നടന്നു, തെണ്ടി തിരിഞ്ഞ് നടന്നു, കള്ളും കുടിച്ച്. ഇനി നിങ്ങൾ പറ, ഇതുപോലെയുള്ള ഒരാളടുത്തേക്ക് എൻ്റെ മോളെ പറഞ്ഞേക്കണോ എന്ന് ഷംനയുടെ വാപ്പ ചോദിച്ചു. ആർക്കൊന്നും മിണ്ടാനില്ല. എല്ലാവരും ചോദിച്ചു: ആസിഫെ, എന്താ എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. ഇക്ക് പറയാനുള്ളത് നിങ്ങളോടല്ല, എൻ്റെ ഭാര്യയോടാണെന്ന് പറഞ്ഞപ്പോൾ ഷംന പറഞ്ഞു: എനിക്ക് സംസാരിക്കേ വേണ്ട, എനിക്ക് ഈ ബന്ധം ഒഴിയണം, അല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും. അപ്പോൾ കേസ് കൊടുത്താൽ പിന്നെ ഗാർഹിക പീഡനം അങ്ങോട്ടായി ഇങ്ങോട്ടായി, പിന്നെ ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ വക്കീൽ പറയും. അപ്പം അതൊന്നും വേണ്ട, ഇവിടെ നിന്ന് നല്ലപോലെ സംസാരിച്ചിട്ട് ഈ ബന്ധം കണ്ട് അവസാനിപ്പിക്കുക എന്ന രീതിയിലേക്കാണ് സംസാരിച്ചത്. 2 കുടുംബക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തിയിട്ട് ആ പ്രശ്നം ഉള്ളത് വഷളാക്കുക ചെയ്തത്. ഏതായാലും തീരുമാനമൊന്നും ആവാതെ പിരിഞ്ഞപ്പോൾ ഷംനയുടെ ആ മാമന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്: ഇത് ഈ നിലക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, നീ ഷംനയെ തൊലാക്ക് ചെയ്ത് കൊടുക്കുക, നഷ്ടപരിഹാരം കൊടുക്കുക, ആ കുട്ടിയെ നോക്കാനുള്ള അത് ചെലവിനുണ്ടാക്കാം. ഇതൊക്കെ കോടതിയിൽ പോയാലും നടക്കും. പക്ഷേ ഞങ്ങൾ കേസ് കൊടുക്കാൻ തുടങ്ങിയാൽ ഗാർഹിക പീഡനങ്ങൾ ഒരുപാട്, നിൻ്റെ ഉമ്മയടക്കം, നിൻ്റെ ഉമ്മ ഒരു പാവായത് കൊണ്ടാണ് ഉമ്മ ഞങ്ങൾ വെറുതെ വിടുന്നത്. ഈ രീതിയിലേക്കുള്ള വർത്താനമായപ്പോഴാണ് പ്രശ്നങ്ങൾ വഷളായത്. എന്നാലും അത് തീരുമാനമാവാതെ പിരിഞ്ഞു. ആ ഇറങ്ങിപ്പോണ സമയത്ത് ഈ ആസിഫ് കൂടെയുള്ള മാമൻ്റെ ഫോണിൽ നിന്ന് അവൾക്കൊരു വോയിസ് അയച്ചു: ഷംന, ഞാൻ എന്തുകൊണ്ടാണ് കള്ളുകുടിയനായത്, ഞാൻ എന്തുകൊണ്ടാണ് നിൻ്റെ 10 പവൻ എടുത്തത്, ഇതൊക്കെ ആരെക്കാളും അറിയാൻ നിനക്കറിയാം. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ലീവിന് ഗൾഫിലേക്ക് തിരിച്ചു പോയപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞതാ ഈ ഗൾഫ് മതിയാക്കിയിട്ട് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞപ്പോഴും നീയാണ് പറഞ്ഞത്, ഇതാ എൻ്റെ ഈ 10 പവൻ സ്വർണ്ണാഭരണം ഇത് എനിക്കെൻ്റെ ഉപ്പ തന്നതാണ്, ഇത് നമുക്ക് വേണ്ടി തന്നതാണ് എന്ന് പറഞ്ഞ് നിൻ്റെ മാത്രം നിർബന്ധത്തിന് ആ സ്വർണം വിറ്റിട്ട് നമ്മൾ നാട്ടിൽ ബിസിനസ് തുടങ്ങിയത്. കോവിഡ് വന്നപ്പോൾ ആ ബിസിനസ് അമ്പാടെ തകർന്നത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? എന്നിട്ട് ഇപ്പോൾ ആ സ്വർണം ഇതാക്കിയതിൻ്റെ കുറ്റം മുഴുവനും എൻ്റെ തലയിലാക്കി. അങ്ങനെ വീണ്ടും ഗൾഫിലേക്ക് പോകാൻ നേരത്തുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. അന്നൊരിക്കൽ ഞാനൊരു ബീറ് കഴിച്ചത് എവിടുന്നെങ്കിലും നീ കേട്ടതല്ല, ഞാൻ തന്നെ എൻ്റെ സങ്കടത്തിൽ വന്ന് പറഞ്ഞതാ. ഇന്ന് ഞാൻ സങ്കടം കൊണ്ടൊരല്പം ബീറ് കഴിച്ചു എന്നുള്ളത്. ഇത് കേട്ടപ്പോഴല്ലേ നീ പിണങ്ങിപ്പോയത്? ഞാനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ അറിയോ? അന്ന് ഞാൻ നിൻ്റെ തലയിലും കുട്ടിയുടെ തലയിലും കൈവച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞതല്ലേ. ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യില്ല, പറ്റിപ്പോയി. കൂട്ടുകാരെ കൂടെ ഇരുന്ന് ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു നിമിഷം അവരൊക്കെ കൂടി കുടിക്കുമ്പോൾ
അറിയാണ്ട് ഞാനും കുടിച്ചു എന്ന് പറഞ്ഞ് നിൻ്റെ കാല് വരെ ഞാൻ പിടിച്ചിട്ടും നീ കേൾക്കാതെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് എന്നെ തട്ടി മാറ്റിയപ്പോൾ ശരിയാണ്, ദേഷ്യം പിടിച്ച് ഞാൻ അടിച്ചിട്ടുണ്ട്, അത് ആ ഒരു ദിവസം മാത്രമാണ്, നീ എന്നെ മനസ്സിലാക്കാതിരുന്നപ്പോൾ, അല്ലാതെ ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടോ? ഇത് പറഞ്ഞിട്ടൊരു നല്ല വോയിസ് അങ്ങോട്ട് അയച്ചു കൊടുത്തു. ആ വോയിസ് അവൾ കേട്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു കാളൻ. മാമിമാർ ഫോണുണ്ട് വാങ്ങി എന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ അവൻ നിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യും, അതുകൊണ്ട് നീ അതൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാമിമാർ ഫോൺ വാങ്ങിയപ്പോൾ ഷംനി ആലോചിച്ചു, ശരി തന്നെയല്ലേ, ഏതായാലും അയാളെ വോയിസുകൾ ഫുള്ളായിട്ട് കേൾക്കാൻ ഓൾ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തിരുന്നു, പൊന്നു മോളെ, ഇപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഈ ശബ്ദിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ ആളുകളൊക്കെ ഇവരുടെ ലൈഫിലൊരു കാര്യം വന്നാൽ, അടുത്തൊരു കാര്യം വന്നാൽ ഇതൊക്കെ മറക്കും. അനാവശ്യമായിട്ട് നിന്നെ ധൈര്യം തന്ന് ഈ ബന്ധം പിരിക്കുന്നതിന് പകരം ഏറ്റവും നല്ലത് നമ്മൾ രണ്ടുപേരും അവനവൻ്റെ പിഴവുകൾ തിരിച്ചറിഞ്ഞിട്ട് നല്ലപോലെ ജീവിക്കലല്ലേ, അതല്ലേ വേണ്ടത്. ഇതിപ്പോൾ ഞാനും നീയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരുന്നതിലപ്പുറം രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളായി. പക്ഷേ ആ വോയിസ് ഫുള്ളായിട്ട് കേൾക്കാൻ ഷംനക്ക് മാമിമാരും കുടുംബക്കാരും സമ്മതിച്ചില്ല. കാരണം അവരാ ഫോൺ അങ്ങോട്ട് വാങ്ങി. എന്തായാലും ഷംനയുടെ ഉള്ളിൽ വല്ലാത്തൊരു തിരിച്ചറിവുണ്ടാക്കി, ഞാൻ ഈ ചെയ്തത് ശരിയാണോ? പക്ഷെ അവരൊക്കെ പറഞ്ഞു കൊടുത്തുമ്പോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നിനക്കൊരു പ്രയാസം കൂടെ ഇല്ല, ഓനെക്കാളും നല്ലൊരു ചെറുക്കനെ എന്തായാലും നമുക്ക് കിട്ടും. ഷംന ആരും അറിയാതെ ആ ഫോണിലുള്ള വോയിസുകൾ ബാക്കി കൂടി കേട്ടു. അതിലവസാനം പറഞ്ഞ വാചകമുണ്ട്, നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ രണ്ട് കൂട്ടക്കാർ തമ്മിൽ, രണ്ട് കുടുംബക്കാർ തമ്മിൽ ആക്കിച്ചത് ആരുടെ പിഴവാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു നിമിഷം നമുക്കൊന്ന് സംസാരിച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിക്കൂടെ? ഇവളൊരു കാര്യം തീരുമാനിച്ചു, ഇപ്പോഴുള്ള ഈ ആവേശ കമ്മിറ്റിക്കാർ അവനവൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് പരിഹരിക്കാതെ നാട്ടുകാരുടെ പ്രശ്നം വഷളാക്കാൻ നിൽക്കുന്ന ആളുകളാണ് എന്നൊരു ബോധം ഇവൾക്കുണ്ടായി. ഇവളുടെ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചു. ഏതായാലും ഷംനയുടെ മനസ്സിൽ പലതവണ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. വാപ്പാട് ഒരു കാര്യം പറഞ്ഞു, ഉപ്പ ഇപ്പം തന്നെ വക്കീലിനെ കാണണ്ട, കുറച്ച് ഒരു ദിവസങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് നീക്കി വെക്കണം, അതിനുശേഷം ഞാൻ പറയാമെന്ന് പറഞ്ഞു. വാപ്പ പറഞ്ഞു, പൊന്നു മോളെ, ഇതൊക്കെ നീട്ടിക്കൊണ്ടുകൊണ്ട് വക്കീലിനെ കണ്ടാലും നാളെ തന്നെ ഡിവോഴ്സ് ഒന്നും ആവില്ല, അത് കേസും കാര്യങ്ങളൊക്കെ ആവും. ഇപ്പം കണ്ടില്ലേ, ചർച്ച ചെയ്യാൻ വന്നിട്ട് അവർ തല്ലുകൂടി പോയതല്ലേ, അത്തരം ആളുകളെ നമ്മൾ എന്തിനാടി നിൽക്കുന്നത്? ആ വീട്ടിൽ വല്യമ്മ ഉണ്ടായിരുന്നു, ഉള്ള വല്യമ്മ, പ്രായമായി തീരെ വയ്യ. അവരെപ്പോഴും പറയും, പൊന്നു മോളെ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്തൊക്കെ ദുരിതനുഭവിക്കുന്നു, ഒന്നിപ്പിക്കണം എന്നായിരുന്നു എല്ലാവരും മനസ്സിലായിരുന്നത്. ഇപ്പം എല്ലാവരും വിവരം കൂടി വിദ്യാഭ്യാസം കൂടി പരസ്പരം തല്ലൂടി പിരിയലായി. മോളൊന്നുകൂടൊന്ന് നല്ലപോലെ ആലോചിക്ക്, ഓനോടൊന്ന് സംസാരിക്കേ, എന്തായാലും ഈ കുട്ടിയുടെ വാപ്പല്ലേ, എന്തൊക്കെയാണെങ്കിലും നമുക്ക് പുറത്തു കൊടുക്കാനും പരസ്പരം സഹകരിക്കാനും അല്ലേ ഹബീബായ നബി നമ്മളെ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആ വല്യമ്മയുടെ വാക്കിനാ ഒരു വെളിയില്ല. അതൊക്കെ ഈ സമയത്ത് അവളുടെ മനസ്സിൽ വല്ലാത്തൊരു നീരുറവുണ്ടാക്കി. ഏതായാലും അവൾ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ട് തീരുമാനമെടുത്തു, തൽക്കാലം ഇതിങ്ങനെ ഒരു കേസിനും പോകേണ്ട, ഒരു കൗൺസിലിങ്ങിന് പോവുക. അങ്ങനെ അവളൊരു കൗൺസിലിങ്ങിന് പോയി. അവൾ കൗൺസിലിങ്ങിന് പോയത് ഡിവോഴ്സ് മാറ്റാനൊന്നുമല്ല, അവൾക്കൊരു മനസ്സമാധാനം എന്നല്ല, തീരുമാനം എടുക്കാനുള്ള ശേഷി ഉണ്ടാവണം. അങ്ങനെ ഒരു തെറാപ്പിയൊക്കെ ചെയ്തു. നല്ലൊരു തീരുമാനമെടുക്കാൻ ഒരാഴ്ച വരെ ആ ഒരു തെറാപ്പി കണ്ടിന്യൂ ചെയ്തു. ഒരൊറ്റ ആഗ്രഹം അവൾക്കുണ്ടായിരുന്നുള്ളൂ, നല്ലൊരു തീരുമാനം മനസ്സിൽ വരണം. അപ്പോൾ അവൾ ചിന്തിച്ചു, എന്തൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം പുറത്തു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ലൈഫിൽ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. ആ ക്വാളിറ്റി ആരാണ് ഉണ്ടാക്കേണ്ടത്, ആരാണ് തോറ്റു കൊടുക്കുന്നത്? പരസ്പരം തോറ്റു കൊടുക്കുമ്പോഴേ ഓരോ ദാമ്പത്യം വിജയിക്കുള്ളൂ. ഞാനാണ് ജയിക്കുക എന്ന് പറഞ്ഞ് മത്സരിച്ചിട്ട് മാർക്കിടാൻ അവിടെ ജഡ്ജിയൊന്നും ഇല്ലല്ലോ. നമ്മളൊരു രണ്ട് ലൈഫാകുമ്പോൾ രണ്ട് ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ്, രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. അതൊരു കുടക്കീഴിൽ ഒരു റൂമിൽ കഴിയുമ്പോൾ എന്തായാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവൾ നേരെ ചങ്ങായിക്ക് വിളിച്ചു. ഷംന നേരത്തെ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചതാ, ഇനി ഒരു നിലയ്ക്കലും വിളി വേണ്ടാന്ന് കരുതിയിട്ട്. എന്നിട്ട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ഒരു കൗൺസിലിങ്ങിന് പോയാലാണ്. ആസിഫിന് അതൊരു വലിയ സന്തോഷമായിരുന്നു. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു ആഗ്രഹങ്ങളിൽ രണ്ടുപേരും പോയി പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പ്രശ്നങ്ങളെല്ലാം പരിഹാരമായിട്ട് ഉപ്പയോട് ഷംന പറഞ്ഞു, ഉപ്പ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ തിരിച്ചു പോവുകയാണ്. വീട്ടുകാരാകെ അന്തം വിട്ടു. ഇതുപോലെ ഒരുപാട് ഫാമിലികൾ നമ്മുടെ മുൻപിലുണ്ട്. തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വഷളാക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ഓർക്കുക, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാവുന്നതിൻ്റെ 100% നമ്മൾ പരിഹരിക്കാൻ നോക്കിയിട്ട് അത് ഒന്നിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഡിവോഴ്സിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ തിരിക്കാവൂ. ഇപ്പോഴത്തെ ഒരു സമയത്ത് ഡിവോഴ്സിൻ്റെ എണ്ണം കൂടുകയാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഡിവോഴ്സ് ആക്കാനും ആൾക്കാരുണ്ട്, അതിന് പ്രേരിപ്പിക്കാനും ആളുകളുണ്ട്. അങ്ങനെ അവർക്കൊക്കെ ഇങ്ങനെ ഇരുത്തിയിൽ എണ്ണ കോരി ഒഴിക്കുക. അനുഭവിക്കുന്ന ആളുകൾ ആരാണ്? നമുക്കൊട്ടും യോജിക്കുന്നില്ല, മറ്റേ ആൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഇത്തരമൊരു തീരുമാനം എടുക്കാവൂ. ഈ ഒരു ആസിഫിൻ്റെയും ഷംനയുടെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം പോലും. ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, രണ്ടുപേരുടെ വിവാഹബന്ധങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുടുംബക്കാരൊക്കെ ചർച്ച ചെയ്യുമല്ലോ. ഈ ചർച്ച ചെയ്യുന്നതാണ് പലപ്പോഴും കുടുംബബന്ധം വഷളാക്കുന്നൊരു അഭിപ്രായം പലർക്കും ഉണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് പരിഹാരം കാണുന്നതിനപ്പുറം കുറേ കുടുംബക്കാരും തീരുമാനക്കാരും കൂടെ ഇരുന്നിട്ട് പ്രശ്നങ്ങൾ അവർ വഷളാക്കുക ചെയ്യുക. പിന്നെ ഇത് രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നത്തിന് പകരം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറുകയും
പിന്നീട് ഒരിക്കലും ചേരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്ന പല കേസുകളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇങ്ങനെ കുടുംബക്കാരാണോ ചർച്ച ചെയ്യേണ്ടത്, അതോ ഒരു നല്ല കൗൺസിലിങ്ങിന് സമീപിക്കുക, അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതികളാണോ കൈകാര്യം ചെയ്യേണ്ടത്? എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾ ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.